നമ്മളിന്ന് ഈ വിഷയത്തിനാണ് ഇതിനെ പ്രാധാന്യം നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ മാധ്യമങ്ങൾ മറ്റ് വിവാദ വിഷയങ്ങളിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജനങ്ങൾ ഏറ്റവും അധികം ഗൗരവമായി എടുക്കേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ഇതിൻ്റെ പ്രതികരണം കൊടുക്കാനും തയ്യാറാകണം. അതിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് പറയാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ അതെല്ലാം നന്നായിട്ട് പറയാം. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് വിട്ടുപോയാൽ ഉണ്ടാകുന്ന ദോഷമെന്തെന്ന് ചോദിച്ചാൽ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് അറിയാത്തത് കൊണ്ട് ഇതിൽ പങ്കെടുക്കാതെ അവർ ഒഴിഞ്ഞു പോകും. അതിൻ്റെ ഫലമായിട്ട് അവരുടെ അരിവിഹിതം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം വരാനുള്ള സാധ്യത, അപകടം അറിയിക്കാനാണ് ഉദ്ദേശിച്ചത്. ഞാനത് പറയാം, എനിക്കത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അറിയേണ്ടുന്നത് സപ്ലൈകോ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നയത്തിന് അനുസൃതമായി 2016 ഈ ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ അനുസരിച്ചാണ് അന്ന് മുതൽ വില വർദ്ധിപ്പിക്കാത്തത്. ഏകദേശം 10 വർഷത്തിന് മുമ്പുള്ള വിലയ്ക്കാണ് 8 വർഷക്കാലം കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 13 നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു. അതിൻ്റെ ഫലമായി 1000-ലധികം കോടി രൂപയുടെ സബ്സിഡി നൽകിയതിലൂടെ 1000-ലധികം കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്കുണ്ടായത്. ആ കടക്കെണിയിലാണ് സപ്ലൈകോ ഇന്ന് പെട്ടിരിക്കുന്നത് എന്ന് ജനങ്ങളും അറിയേണ്ടുന്നൊരു വിഷയമാണ്. എന്നാൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്ന ആലോചനയിലാണ് കഴിഞ്ഞ 10 മാസത്തിന് മുമ്പ് സപ്ലൈകോയുടെ വില പുതുക്കി നിശ്ചയിച്ചത്. ആ പുതുക്കി നിശ്ചയിക്കുമ്പോൾ ഉണ്ടായ ധാരണ മാർക്കറ്റിലെ വിലയേക്കാൾ, മാർക്കറ്റിൽ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില എത്രയാണോ അതിനേക്കാൾ ഒരു 30% മാർജിൻ വില കുറച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ആളുകൾക്ക് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് അന്നുണ്ടാക്കിയ ധാരണ. നമ്മൾ അറിയേണ്ടുന്നത് 200-ലധികം രൂപ വിലയുള്ള മുളകിന് 75 രൂപയ്ക്ക് എത്രയോ വർഷക്കാലം സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും വലിയ മാർജിൻ, വലിയ വ്യത്യാസം, അതിൻ്റെ ബാധ്യത, അതിൻ്റെ വലിയ സാമ്പത്തിക ബാധ്യത സപ്ലൈകോയുടെ തലയിൽ വന്ന് ആ പൊതുമേഖലാ സ്ഥാപനം തകർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് ആലോചിച്ചത്. അതുകൊണ്ട് വില ക്രമീകരണമല്ലാതെ ഇപ്പോൾ ഇതിന് ശേഷം 3 തവണയായി വില ക്രമീകരണം വരുത്തി. വില വർദ്ധിപ്പിച്ച കാര്യം നിങ്ങൾ പറയുന്നുണ്ട്, വില കുറച്ച കാര്യം നിങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ 4 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസം എത്ര? 49-48 രൂപ വിലയുള്ള അരിയുടെ വില 33 രൂപയായി മാറി. 29 രൂപ എന്നുള്ളത് 33 രൂപയായി മാറി. അപ്പോഴും മാർജിൻ വ്യത്യാസം നമ്മൾ കാണണം. മാർക്കറ്റിലെ ആളുകൾ പോകേണ്ട ആളുകൾക്ക് അപ്പോഴും വില കുറഞ്ഞ് ലഭിക്കുന്ന കേന്ദ്രമായി സപ്ലൈകോയിലെത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിനിടയിൽ തന്നെ മുളകിൻ്റെ വില നിലവിലുള്ള വില 5 രൂപയോളം കുറയ്ക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഫയൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോ നാളെയോ അത് ആ വില കുറവ് പ്രസിദ്ധീകരിക്കും. പല ഘട്ടങ്ങളിലായി പല ഉൽപ്പന്നങ്ങളുടെയും മാർക്കറ്റിലെ വില മാറ്റത്തിനനുസരിച്ച് വില കുറയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. വില ക്രമീകരിച്ച്, വർധനവല്ല, വില ക്രമീകരിച്ച് ജനങ്ങളെ സഹായിക്കുന്ന നിലപാടും പൊതുമേഖലാ സ്ഥാപനം നിലയിൽ സപ്ലൈകോയെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്.